അതേസമയം വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ കുറ്റക്കാരായ കോൺഗ്രസ് നേതാക്കളെ വെള്ളപൂശിയാണ് KPCC ഉപസമിതിയുടെ പ്രാഥമിക റിപ്പോർട്ട്. വിജയന്റെ മരണത്തിൽ ഏതെങ്കിലും നേതാക്കൾക്ക് പങ്കുണ്ടെന്ന റിപ്പോർട്ടിൽ പരാമർശമില്ല. കുടുംബത്തിനുള്ള പരാതി ന്യായമെന്ന് പറഞ്ഞു പോവുക മാത്രമാണ് സമിതി ചെയ്യുന്നത്. കുടുംബത്തിന് സഹായവും സംരക്ഷണവും പാർട്ടി ഉറപ്പാക്കണമെന്നും സമിതി റിപ്പോർട്ടിലുണ്ട്. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യ വലിയ വിവാദമായ സാഹചര്യത്തിലാണ് KPCC 4-അംഗ സമിതിയെ അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തിയത്. എന്നാൽ കേസിൽ കുറ്റക്കാരായ പ്രധാന കോൺഗ്രസ് നേതാക്കളെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടാണ് സമിതി പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കിയത്. കുടുംബത്തിനുള്ള പരാതി ന്യായമാണെന്ന് പറയുന്ന സമിതി, പക്ഷേ NM വിജയന്റെ മരണത്തിൽ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് റിപ്പോർട്ടിൽ എവിടെയും പരാമർശിക്കുന്നില്ല. വിജയന്റെ ആത്മഹത്യയിൽ പ്രതിസ്ഥാനത്തുള്ള IC ബാലകൃഷ്ണൻ MLA, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, മുൻ DCC ട്രഷറർ KK ഗോപിനാഥൻ എന്നിവരെ പൂർണ്ണമായും വെള്ളപൂശിയാണ് സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ട് KPCCക്ക് സമർപ്പിച്ചിരിക്കുന്നത്. റിപ്പോർട്ടിന്റെ വിശദാംശത്തെക്കുറിച്ച് പ്രതികരിക്കാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തയ്യാറായില്ല. ഞാൻ ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്ന പ്രശ്നമില്ല. ഒരു കാര്യമുണ്ട്, റിപ്പോർട്ട് സമർപ്പിച്ചു, അത് 3-4 ദിവസം മുമ്പേ കൊടുത്തതുമാണ്. NM വിജയന്റെ കുടുംബത്തിന് സഹായവും സംരക്ഷണവും പാർട്ടി ഉറപ്പാക്കണമെന്ന് 4-അംഗ സമിതി പറയുന്നു. സഹകരണ മേഖലയിൽ മോശം പ്രവണതകൾ ഉണ്ടെന്നും സഹകരണ മേഖലയിലെ നിയമനങ്ങളിൽ പാർട്ടി ഇടപെടൽ ഉണ്ടാകണമെന്നും റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. പാർട്ടി നേതൃത്വം മതിയായ ജാഗ്രത വിഷയത്തിൽ കാട്ടിയില്ല എന്ന് പറഞ്ഞ് വിജയന്റെ മരണത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും തടിയൂരൽ കൂടിയാണ് സമിതിയിലൂടെ KPCC നടത്തിയത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.